അപ്പോൾ ഇത് നല്ല തിരക്ക് പിടിച്ചുള്ള പണിയിലാട്ടോ ഞാൻ. ഉച്ചയാകുമ്പോഴത്തേനും അയത്തേട്ടൻ ഫുഡ് കഴിക്കാൻ വരും. അപ്പോഴത്തേനും ചോറും കറികളൊക്കെ റെഡിയാക്കണം. സാധാരണ 1:30-2 മണിയൊക്കെ ആകുമ്പോഴത്തേനേ വരാറുള്ളൂ. പക്ഷേ എന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എല്ലാം എനിക്ക് റെഡി ആയി കഴിഞ്ഞാലാണ് എനിക്ക് സമാധാനം കിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ടെൻഷനാട്ടോ. ഞാൻ ആ സമയമാകുമ്പോഴത്തേനും ചോറും കറികളൊന്നും റെഡി ആവില്ലേ എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര ടെൻഷനാണ്. എന്നെപ്പോലെ അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉരുളൻകിഴങ്ങ് ഉപ്പേരിയാണ് ഉണ്ടാക്കിയത്. മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. മത്തി മീനാണ്. അപ്പോൾ അത് കുടിക്കാനുള്ള വെള്ളം കൂടി വയ്ക്കാമെന്ന് വിചാരിച്ചു. നല്ല മഴയല്ലേ, അപ്പോൾ ചൂടുവെള്ളം കുടിക്കാമെന്നാണ് ഞാൻ അല്ലെങ്കിലും ചൂടുവെള്ളമാണ് കുടിക്കാറുള്ളൂ. പിന്നെ അയത്തേട്ടൻ തണുത്ത വെള്ളമാണ്. എത്ര മഴയായെങ്കിലും മൂപ്പർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് ഫ്രിഡ്ജിലത്തെ വെള്ളം അങ്ങോട്ട് എടുത്ത് കുടിക്കും. അതേ പിന്നെ ഞാൻ അതൊക്കെ വെള്ളമൊക്കെ കുടിക്കാനുള്ള വെള്ളം ഞാൻ അടുപ്പിൽ വെച്ചിട്ട് കറണ്ട് അടുപ്പിലാട്ടോ വയ്ക്കണത്. പിന്നെ അതേ പനിക്കൂർക്കലിൻ്റെ ഇലയാട്ടോ ഞാൻ വെള്ളത്തിലിടാൻ വേണ്ടി പറിക്കാൻ പോയതാട്ടോ. ഇവിടെ പനിക്കൂർക്കലിന് കഞ്ഞിക്കൂർക്കലിനോ അങ്ങനെ എന്തോ മറ്റേ പറഞ്ഞാൽ എല്ലായിടത്തും പല പേരാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ അങ്ങോട്ട് പനിക്കൂർക്കലിൻ്റെ ഇല എന്നാട്ടോ പറയുക. അപ്പോഴത്തേനും മഴയൊക്കെ പയ്യൊന്ന് തോർന്നിട്ടുണ്ട്. രാവിലെ പോലെ നല്ല മഴയാണ്, പെയ്യും പിന്നെ നിൽക്കും, അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ. പിന്നെ മീൻ ഞാൻ മറിച്ചിടുന്നുണ്ട് കേട്ടോ. ഒരു സൈഡ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മീനൊക്കെ വേറെ പാത്രത്തേക്ക് ഞാൻ ആക്കി വെക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ എണ്ണയാണല്ലോ, ഓൾറെഡി നമ്മൾ നല്ല എണ്ണയ്ക്കകത്തല്ലേ വറക്കുന്നത്. അപ്പോൾ പിന്നെ അത് ഞാൻ വേറെ പാത്രത്തേക്ക് മാറ്റി വെച്ച് ആ പാത്രമൊക്കെ കഴുകി വെച്ചാൽ അത്രയും പണി കുറയുമല്ലോ. പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് മീൻ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തെറിച്ചിരിക്കും. ഒന്നാമത് ഈ വെള്ള കളർ ടൈലായതുകൊണ്ടേ അപ്പം നല്ല വൃത്തിക്ക് അറിയാനും പറ്റും. അപ്പോൾ ഞാൻ വേഗം തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അടുപ്പൊക്കെ ഞാൻ വേഗം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കണ പണികൾ അപ്പം ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അത്ര പണിയിൽ ഭാരം തോന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ മോറി. പിന്നെ നമ്മൾ മീൻ വറുത്ത പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അത് ഞാൻ ഇവിടെ ഈ കിച്ചണിൽ വന്നിട്ടാട്ടോ കഴുകൽ. അപ്പം അതും കൂടി വേഗം കഴുകി വെക്കുന്നുണ്ട്. എല്ലാവരും ചോദിക്കും ഈ അടുക്കളപ്പണി ഡെയിലി ചെയ്യുന്നതല്ലേ, ബോറാവില്ലേ എന്ന് തോന്നും. പക്ഷേ എനിക്കിതിട്ട് അങ്ങനെ ബോറായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം ക്ലീനാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഭാരം ഉള്ളതുപോലെ എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. അപ്പോൾ സിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ വന്ന് ഞാൻ ഡോറൊക്കെ അടച്ചിട്ട് ഞാൻ ഉള്ളിലേക്ക് പോവുകയാണ്. പിന്നെ ഇവിടുത്തെ താഴത്തെ ഇപ്പോഴത്തെ പണികളൊക്കെ കഴിഞ്ഞു. രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അയത്തേട്ടൻ വന്ന് നേരെ എനിക്ക് ചോറ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ മേലെ പോവുകയാണ്. എനിക്ക് കുറച്ച് തുണിയും കൂടെ വിരിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.